വൈ ക്ലാസ് 8 CBSE മാർക്സ് ആർ ഇമ്പോർട്ടൻറ്റ്. 8 CBSE പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികൾക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്തിനാണ് ഞാൻ ഈ ഒരു ഇയറിൽ ഇത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നത്? കാരണം എനിക്കൊരു ബോർഡ് എക്സാമിനേഷൻ ഇല്ല ഈ അക്കാദമിക് ഇയറിൽ, സ്കൂളിലെ ടീച്ചർ നടന്ന ഒരു എക്സാമിനേഷൻ മാത്രമാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഈ ഒരു അക്കാദമിക് ഇയറിൽ പഠിക്കേണ്ടത്? വീട്ടിൽ നിന്ന് പാരൻസിൻ്റെ പ്രഷറും കൂടെ ഇല്ലെങ്കിൽ പറയണ്ട, ഒന്നും പഠിക്കാനല്ല, കൂടുതൽ ആലോചിക്കുക പോലുമില്ല, പഠിക്കുകയല്ല. അതാണ് എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ആൻസർ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് 8 CBSE മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് പോയിന്റിന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വന്ന റീസൺ എന്താണോ അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്, ബേസിക്സ്. 9th-ലേക്കും 10th-ലേക്കുള്ള ബേസിക്സ് ആണ് 8th എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾഡ് NCERT ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്, ആൾജിബ്രിക് എക്സ്പ്രഷൻസ് പഠിക്കാനുണ്ട്, മെൻസുറേഷൻ പഠിക്കാനുണ്ട്, ഡാറ്റ ഹാൻഡ്ലിംഗ് പഠിക്കാനുണ്ട്, മാത്തമാറ്റിക്സിൽ അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് 9th-ൽ ആവശ്യമുണ്ട്, 10th-ൽ ആവശ്യമുണ്ട്, +1-ൽ ആവശ്യമുണ്ട്, +2-ൽ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ എവിടെയൊക്കെ മാത്സ് പഠിക്കുന്നോ അവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ബേസിക് ആണ്, ഏറ്റവും ഫൗണ്ടേഷൻ. നമ്മളൊരു വീടുണ്ടാക്കി വരുമ്പോൾ തറ കെട്ടിയിട്ടേ നമ്മൾ വീടുണ്ടാക്കുള്ളൂ. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഫൗണ്ടേഷൻ ഇല്ലാത്ത എന്തും, അത് എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യവും. നിങ്ങളെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു പോയിട്ട് ആ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് എടുത്തു വരിക എന്ന് പറയുന്നത് അത്ര കണ്ട് ഈസി അല്ല. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഇത് പഠിക്കാനുണ്ടാവും, അതോടൊപ്പം ഈ ഫൗണ്ടേഷനും സെറ്റ് ആക്കേണ്ടി വരും. അത് നല്ലപോലെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് 8th-ലുള്ള മാർക്കിൻ്റെ ബേസിലായിരിക്കും മിക്ക സ്കൂൾക്കാരും 9th-ലേക്കുള്ള പ്രൊമോഷൻ തീരുമാനിക്കുന്നുണ്ടാവുക. 8th-ൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് ഇല്ലെങ്കിൽ പല സ്കൂളുകളും 9th-ൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ തന്നെ ചിലപ്പോൾ വിസമ്മതിച്ചേക്കാം. CBSE നിങ്ങൾക്കറിയാം, ഓരോ സ്കൂളിന് ഓരോ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവർ അവസാന നിമിഷം ആനുവൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ നിങ്ങൾക്ക് റീടെസ്റ്റ് ഇടും. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഫുൾ എക്സാമിനേഷന് വേണ്ടി പഠിക്കേണ്ടി വരും. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ എക്സാംസൊക്കെ കഴിഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കുന്ന സമയത്ത്, ആ ഒരു സ്റ്റഡി ലീവിൻ്റെ സമയത്ത് നിങ്ങൾ റീടെസ്റ്റിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് ഒറ്റയ്ക്ക് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ്. ഇനി നിങ്ങൾ അത്യാവശ്യം കുറച്ചൊരു സ്കോർ ചെയ്ത് പാസ്സായി, റീടെസ്റ്റിന് സ്കിപ്പായി എന്ന് വിചാരിക്കാം. ഈവൻ ദോ 9th-ലേക്ക് എത്തുന്ന സമയത്ത് ഡിവിഷൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ഒന്നിലധികം ഡിവിഷൻസ് ഉള്ള സ്കൂളുകളാണെങ്കിൽ നല്ല കുറേ കുട്ടികളെ ഒരു ഡിവിഷനിലേക്ക് ആക്കിയിട്ട് അവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ട് അവരെ നല്ല മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്. ആ സോർട്ടിങ്ങിൽ നിങ്ങൾ പുറകിലായി പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഹാബിറ്റ്സ്. നമ്മൾ കൃത്യമായിട്ടൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. പഠിക്കുക എന്ന് പറയുന്നത് കുറേ കാലം നമ്മൾ പഠിക്കാണ്ട് നടന്ന് എക്സാം ആകുമ്പോൾ ഒരു ദിവസം ഇരുന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. ഒബ്വിയസ്ലി ഇന്നത്തെ ഈ ഒരു കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണ്. നമ്മൾ റീൽസ്, ഗെയിംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അഡിക്റ്റഡ് ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താ പറയുക, ഒരു മൂവി തന്നെ നമുക്ക് ഫുള്ളായിട്ട് കണ്ടു തീർക്കാനുള്ള ഒരു പേഷ്യൻസ് നമുക്കില്ല. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഒരു അവസാനത്തെ എക്സാമിൻ്റെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുഴുവൻ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. 8th-ലും 9th-ലും ഒക്കെ ആയിട്ട് ഈ ഒരു ഹാബിറ്റ് ദിവസം അധിക സമയമൊന്നും വേണ്ട, ഒരു 3-4 hours മിനിമം ഒരു 3-4 hours ദിവസവും പഠിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ എന്താ പറയുക, എന്ത് പഠിക്കണം, എത്ര പഠിക്കണം, ഇതൊന്നുമല്ല, ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. അതൊരു ഹാബിറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സേഫ് സോണിലേക്ക് എന്ന് പറയാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്താൻ ശ്രമിക്കുക. ദിവസവും പഠിക്കുക, ദിവസവും ഒരു സെർട്ടൈൻ അവേഴ്സ് ഞാൻ പഠിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുക. വൺസ് ആ ഒരു ഹാബിറ്റ് ഒരു 2-3 മാസം നിങ്ങൾ അതൊന്ന് ശീലമാക്കി കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി മാറുകയാണ്. ആ ഒരു ഹാബിറ്റ് നിങ്ങളെ വലിയ വിജയങ്ങളിലേക്കായിരിക്കും എത്തിക്കാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് പഠിക്കുക. 8th ആണെങ്കിലും 9th ആണെങ്കിലും 10th ആണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് ഏത് ക്ലാസ് ആണെങ്കിലും പഠിക്കുന്നത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. നല്ല സ്കോർ നിങ്ങൾ എല്ലാ എക്സാമിനേഷനിലും നേടിയെടുക്കുക.